ഹലോ കൂട്ടുകാരെ, നിങ്ങൾ കലത്തപ്പം എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലേ? ക്യാരറ്റ് അപ്പം എന്ന് കേട്ടിട്ടുണ്ടോ? ക്യാരറ്റ് ഉപയോഗിച്ചിട്ട് നമുക്കിതുപോലെ ഒരു അപ്പം ഉണ്ടാക്കിയെടുക്കാം. ക്യാരറ്റ് ഉപയോഗിച്ചുകൊണ്ടുള്ള അപ്പം ആയതുകൊണ്ട് തന്നെ നമുക്കറിയാം അല്ലേ, ക്യാരറ്റിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. വൈറ്റമിൻ എ റിച്ച് ആണ് ക്യാരറ്റ്. അപ്പോൾ ഈ ഒരു അപ്പം അത്രയും ഹെൽത്തിയാണ്. ഞങ്ങൾ 5 പേർക്കുള്ള ഒരു അപ്പമാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ക്യാരറ്റ് മാത്രമായിട്ട് ഉപയോഗിച്ച് നമ്മുടെ വീട്ടിലെ ആളുകൾ കൂടുതലുണ്ടെങ്കിൽ ഇതിലേറെ ക്വാണ്ടിറ്റി നമുക്ക് ഉപയോഗിക്കാം. ക്യാരറ്റ് അരിഞ്ഞത് പിന്നെ ഇനി കുക്കറിലിട്ടിട്ടാണ് വേവിക്കേണ്ടത്. അതിൽ കുറച്ച് പഞ്ചസാരയും പിന്നെ ഒരു ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കുറഞ്ഞ അളവിൽ ഉപ്പും കൂടി ചേർക്കണേ. ഇവിടെ ഉപ്പും പഞ്ചസാരയും ഇടാനൊക്കെ 2 ആളുകൾ ഒപ്പം ഉണ്ട് കേട്ടോ. അപ്പോൾ ഭഗതും മീനുക്കുട്ടിയും എൻ്റെ ഒപ്പം നിന്നിട്ട് ഇതൊക്കെ ഇടാൻ എന്നെ ഹെൽപ്പ് ചെയ്യണ്ടേ. അപ്പോൾ അവരുടെ ഇൻട്രസ്റ്റോട് കൂടിയിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. പിന്നെ ഇതിൽ അത്യാവശ്യമായി ചേർത്തേണ്ട ഒരു സംഭവമാണ് ബ്രെഡ് മിക്സിയിലിട്ട് പൊടിക്കൊന്നും വേണ്ട, ജസ്റ്റ് കൈ കൊണ്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ബ്രെഡ് പൊടിച്ചതുണ്ട്, കയ്യിൽ വേവിച്ച ക്യാരറ്റ് ഉണ്ട്, പിന്നെ ഒരു മുട്ടയും വേണമെങ്കിൽ ഏലക്കയും കൂടി ചേർക്കുക. അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് കുറച്ച് പാലിന് പകരം പാൽപ്പൊടിയും ചേർക്കുക. എന്നിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് അതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കണം. നമ്മൾ ഒരുപാട് അളവിൽ എടുത്തിട്ടുണ്ട് ക്യാരറ്റെങ്കിൽ മുട്ട 2 ഇടാം കേട്ടോ. അപ്പോൾ ഞാൻ 5 പേർക്കുള്ള അപ്പമാണ് ഉണ്ടാക്കിയത്, അതുകൊണ്ട് തന്നെ ഒരു മുട്ടയാണ് എടുത്തിട്ടുള്ളത്. വേവിച്ച ക്യാരറ്റ്, ബ്രെഡ്, പാല്, പഞ്ചസാര, മുട്ട അതൊക്കെ ചേർത്തിട്ടാണ് അരച്ചെടുത്തത്. പഞ്ചസാര ചേർത്തിട്ടില്ല, കാരണം ക്യാരറ്റ് വേവിച്ചപ്പോൾ പഞ്ചസാര ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പഞ്ചസാര പാകമില്ല എന്ന് തോന്നുകയാണെങ്കിൽ അപ്പോൾ കുറച്ചും കൂടി ഇടാം കേട്ടോ. ശേഷം നോൺ സ്റ്റിക്കിൻ്റെ ഒരു ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിൽ ഞാൻ നെയ്യാണ് കേട്ടോ തടവിയിട്ടുള്ളത്. നെയ്യ് തടവിയതിന് ശേഷം ഈ ഒരു അരച്ച് വെച്ചിട്ടുള്ള ഈ ഒരു സംഭവം അതിലേക്ക് ഒഴിക്കുക. നമുക്കിത് കൂടുതൽ ഡെലീഷ്യസ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അപ്പം ഉണ്ടാക്കുമ്പോൾ അതിൽ നമുക്ക് ഇഷ്ടമുള്ള സംഭവങ്ങളൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. ശരിക്കും പറയുകയാണെങ്കിൽ എനിക്ക് നട്ട്സ് കഴിക്കാൻ ഇഷ്ടമാണ് ഇതിൻ്റെ ഇടയിൽ. അതുകൊണ്ട് ഞാൻ കുറച്ച് നട്ട്സും കുറച്ച് ഉണക്കമുന്തിരിയൊക്കെ ഇതിലിട്ടിട്ടുണ്ട്. നമ്മുടെ ഇഷ്ടാനുസരണം ഇതിൽ മറ്റെന്ത് വേണമെങ്കിലും നമുക്ക് അരിഞ്ഞിടാം. ഈ അപ്പം കൂടുതൽ ഭംഗിയുള്ളതാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം കേട്ടോ. അതുകൊണ്ട് പക്ഷെ എൻ്റെതൊന്ന് പാളിപ്പോയി, അത്ര നന്നായിട്ടൊന്നും ഡെക്കറേറ്റ് ചെയ്യാൻ എനിക്കറിയില്ല. ഇനി നട്ട്സൊന്നും ഇല്ലെങ്കിൽ ഇത് ഉണ്ടാക്കാം. നമുക്ക് ജീരകമോ അല്ലെങ്കിൽ എള്ള്, തേങ്ങാപ്പൂള് ഇങ്ങനെ ഉള്ള സംഭവങ്ങളൊക്കെ ഇട്ടിട്ടും ഈ ഒരു അപ്പം ഉണ്ടാക്കാം. ഇത് ഞാൻ അലങ്കരിച്ച് അലങ്കോലാക്കിയിട്ടുണ്ട്. ഇതിലേറെ നന്നായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് അറിയാം. ഇനി ഇതിനെ അടച്ച് വെച്ച് വേവിക്കണം കേട്ടോ. കണ്ണേ ആരാരോ കനിയേ ആരാരോ നിനവേ ആരാരോ തന്നെ നാനേ ആരാരോ കണ്ണേ ആരാരോ കനിയേ ആരാരോ നിനവേ ആരാരോ തന്നെ നാനേ ആരാരോ. ഒരു കാര്യം മറന്നു, നമ്മളെ വേവ് പാകമായി കഴിഞ്ഞാൽ നോൺ സ്റ്റിക്ക് ചട്ടിയിൽ നിന്ന് ചട്ടുകം വെച്ചിട്ട് അപ്പം കിട്ടുക എന്നുള്ളത് പ്രയാസമുള്ള കാര്യമാണ്. നിങ്ങൾക്ക് അറിയാം, ചിലപ്പോൾ പെട്ടെന്ന് കിട്ടും കേട്ടോ. മുട്ടയൊക്കെ ഉള്ളത് കാരണം പെട്ടെന്ന് കിട്ടും. ഇനി കിട്ടിയിട്ടില്ലെങ്കിൽ അതിനൊരു വെള്ളമുള്ള പ്ലേറ്റ്, നമ്മൾ ചോറുണ്ണാൻ ഉപയോഗിക്കുന്ന സ്റ്റീലിൻ്റെ പ്ലേറ്റില്ലേ, അതിൽ ഈ ചട്ടി ഇറക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അത് കിട്ടും. ഈ ഹെൽത്തി അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണേ.